എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മോളിവുഡിലോട്ട് വരുന്ന സമയത്ത് വ്യൂവേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ വളരെ ഹാർഡായിട്ടുള്ളൊരു ജോണറയാണ് സ്കൈഫൈ എന്നുള്ളത്. പക്ഷേ ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള പല സ്കൈഫൈ ജോണറിലുള്ള മൂവീസും നമ്മുടെ വ്യൂവേഴ്സ് വളരെ നല്ല രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വൺ ഓഫ് ദ മൂവീസ് ആയിരുന്നു ഗഗനാചാരി. ഗഗനാചാരി ദോ വിത്ത് ഇറ്റ്സ് ലിമിറ്റഡ് ബഡ്ജറ്റ് നല്ല രീതിയിലാണ് വ്യൂവേഴ്സ് അതിൻ്റെ കോമഡിയും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ അടുത്ത് ഇറങ്ങിയിരിക്കുന്ന മൂവിയാണ് മസ്തിഷ്ക മരണം, എ ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറി. എനിക്ക് വളരെ നല്ല രീതിയിലാണ് ഈ മൂവി ഇഷ്ടപ്പെട്ടത്. ഡയറക്ടർ ബൈ കൃഷാന്ത്. കൃഷാന്തിൻ്റെ ആ ഒരു പെക്യുലിയർ സ്റ്റൈൽ ഓഫ് മൂവി മേക്കിംഗ് ഈ ഫിലിമിലും ഉണ്ട്. ആ ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ സറ്റയറും സർക്കാസും ഒക്കെ വെച്ചിട്ടാണ് പുള്ളി ഇത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തത്. ഇൻഫാക്ട് ഇതിൻ്റെ ഒരു സ്റ്റോറിയുടെ ആ പ്ലോട്ട് ഞാൻ വായിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഒരു ഡാർക്കർ തീമുള്ളൊരു മൂവി ആയിരിക്കും എന്ന്. ബട്ട് പ്രശാന്തിൻ്റെ പ്രീവിയസ് മൂവീസ് ലൈക്ക് പുരുഷപ്രേതം, പിന്നെ ദ ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗ്യാങ് എന്നുള്ള സീരീസിൽ യൂസ് ചെയ്തിട്ടുള്ള സർക്കാസവും സറ്റയറൊക്കെ തന്നെയാണ് ഈ മൂവിയുടെ അകത്തും അവർ ഈ മൂവിനെ പ്രസൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഓപ്പൺലി പറയാം, വളരെ നല്ലൊരു ക്വാളിറ്റി വർക്കാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നിയോ കൊച്ചി എന്ന് പറയുന്ന 2047 കൊച്ചിനെയാണ് അവർ ഈ മൂവിയുടെ അകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ കൺവിൻസിങ് ആയിട്ടാണ് എനിക്കത് തോന്നിയത്. ഷൂട്ട് ചെയ്തേക്കുന്നത് തായ്ലാൻഡ്, ബാങ്കോക്ക് അതുപോലത്തെ സ്ഥലങ്ങളിലായിട്ടാണ് എനിക്ക് ഇനിഷ്യലി അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഷൂട്ട് ചെയ്തിരിക്കുന്ന അവിടെയൊക്കെ തന്നെയാണ്. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ നമ്മളെ അത് കൊച്ചിയാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ ഇവർ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇതിൻ്റെ അകത്ത് ലീഡ് ആക്ടേഴ്സ് എല്ലാവരും നല്ല ഒരു ജോബാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ആണെങ്കിലും ആ ഒരു സ്കൈഫൈ ജോൺറേനെ മാച്ച് ചെയ്യുന്നുള്ള രീതിയിൽ. പിന്നെ എസ് രജിഷ വിജയൻ്റെ കുറേ പെർഫോമൻസസ് ഉണ്ട്, അതൊക്കെ വളരെ നൈസായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ലീഡായിട്ട് വന്നിരിക്കുന്നത് നിരഞ്ജനാണ്, മണിയമ്പിള്ള രാജുയുടെ മകൻ. ഹി ഹാസ് ഓൾസോ ഡൺ എ വെരി ഗുഡ് ജോബ് ഇൻ ദിസ് മൂവി. എന്താ പറയുക, ഭയങ്കര സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെയായിരുന്നു നമ്മളെ ഈ അറ്റ് പ്രസൻറ്റ് നടക്കുന്ന ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെയും നമ്മുടെ ഡാറ്റാസ് എങ്ങനെ കമ്പനീസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതും പാപ്പരാസീസിൻ്റെ ഇതും അതെല്ലാം വെച്ചിട്ടുള്ള ഒരു സോഷ്യൽ സറ്റയർ തന്നെയാണ് പ്രശാന്ത് ഇത്തവണ നമുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ മസ്തിഷ്ക മരണം, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എവരിവൺസ് കപ്പ് ഓഫ് ടീ, ബട്ട് ഞാൻ ഈ മൂവി നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സോ ദാറ്റ്സ് മസ്തിഷ്ക മരണം, എ ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറി. ടേക്ക് കെയർ.